പാചകവാതക ക്ഷാമത്തിനിടെ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കച്ചവടക്കാർക്ക് ഇരുട്ടടിയായി. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റെഫിൻ ഈ വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കും. സ്റ്റെഫിൻ, ഞാനിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പാചകവാതകത്തിന്റെ വില, അത് വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയത് ഇനി മുതൽ ആഹാരത്തിന്റെ വില കൂടുതലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും. കാരണം 1-2 രൂപയല്ല കൂട്ടിയെന്ന് നമുക്കറിയാം. എന്താണ് അവർക്ക് പറയാനുള്ളത്? വലിയ പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റയടിക്ക് ഇത്തരത്തിൽ 993 രൂപ കൂട്ടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. യഥാർത്ഥത്തിൽ ഓരോ ഹോട്ടലുകളിലും ഈ ഇരിക്കുന്ന LPG സിലിണ്ടറുകൾ, LPG എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇടുത്തി സിലിണ്ടർ എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം 3080 രൂപയൊക്കെ ഒരു സിലിണ്ടറിന് നൽകേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വ്യാപാരികൾ, ഹോട്ടൽ ഉടമകൾ എത്തി നിൽക്കുന്നത്. ചേട്ടാ, അപൂർവമായിട്ടുള്ള ഒരു വില വർധനവ് 1000 രൂപയ്ക്ക് അടുത്താണ് കൂടിയിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ നിങ്ങളുടെ ഒരു വ്യവസായത്തെ ബാധിക്കും? ഇത് ഞങ്ങളാണ് പ്രധാനപ്പെട്ട ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യ സാധനങ്ങൾക്ക് ദിനം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ഇന്ന് മുതൽ പാലിന് വില വർദ്ധിപ്പിച്ചു. ഇടയ്ക്ക് വെച്ച് ഈ ഗ്യാസിൻ്റെ വില കൂടെ വെറുതെ നമ്മൾ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ സ്റ്റാഫുകളുടെ ശമ്പളം, ഇതെല്ലാം വാടക, റെൻറ്റ്, ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, വാട്ടർ ബില്ല് എല്ലാത്തിനും ദിനം പ്രതി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ലായിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു മാസത്തോളം നമ്മൾ അടച്ചിട്ടിരുന്നു. പിന്നീട് ഇപ്പോൾ ഗ്യാസ് കിട്ടി ഇങ്ങനെ തുടങ്ങിയിരുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതിപ്പോൾ. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കട അടച്ചിട്ടൊരു സ്ഥിതിയുണ്ട്. അതിൽ നിന്ന് പതിയെ ഒന്ന് കരകയറി വരുന്നതിനിടയ്ക്കാണ് ഈ ഒരു വില വർധനവ്. ചേട്ടാ, എന്താ കഴിച്ചത്? ചായക്കും ഒക്കെ ഇനി ഒരുപക്ഷെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. പാചകവാതകത്തിന് വില കൂടുക? എല്ലാത്തിനും വില കൂടുതലാണല്ലോ. വിലയില്ലാത്ത മനുഷ്യനാണ്. സാധനത്തിനും വില, നേതാക്കന്മാർക്കും വില, തൊഴിലാളികൾക്കും ഒരു വിലയില്ല. വിലയാണ് അല്ലേ? ഉപയോഗിക്കാതെ കളഞ്ഞ സാധനത്തിന് ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വേണ്ടാത്ത സാധനങ്ങൾ തന്നെ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ കിട്ടാനുമില്ല, വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പണ്ട് ചക്ക, മരിച്ചിന്, പിന്നെ മറ്റുള്ള നമ്മളിപ്പോൾ 15 ദിവസത്തോടെ ഒരു ചായ കുടിച്ച് ഇന്ന് 12 രൂപ കൊടുക്കണം. പണ്ട് 6 പൈസ 7 പൈസക്ക് ഒരു ദോശ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ദോശ 12 രൂപ അല്ലേ? 12 രൂപ. കൂടി പോകണം. ഇത് ഒരിക്കലും താഴോട്ട് വരില്ല, ഇത് മുകളിലോട്ട് പോകേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഈ മിൽമയുടെ വില വർധനവുമായി ബന്ധപ്പെട്ട യോഗം ഉണ്ടായിരുന്നു. അതിൻ്റെയും വില കൂടും, പാലിൻ്റെ വില കൂടും എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അടുത്ത മാസങ്ങളിലെല്ലാം അതിനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും ആഹാര സാധനങ്ങളുടെ വില കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ഹോട്ടൽ നിങ്ങൾ തിരിച്ച് പിന്നീട് തുറന്നു കഴിഞ്ഞിട്ടുള്ളൊരു പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? തിരിച്ച് കസ്റ്റമർക്ക് സാധനം വില കൂടുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് പിടിച്ചേക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ വില കൂട്ടേണ്ടി വന്നിട്ടുണ്ടോ ഈ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ? കുറച്ച് നമുക്ക് ചായയൊക്കെ 2 രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും വില വർദ്ധിപ്പിക്കാൻ ഒക്കില്ലല്ലോ. ഈ സിലിണ്ടറൊക്കെ ഉണ്ടോ? അത്യാവശ്യത്തിനുണ്ടോ എടുത്തു വെച്ചിട്ടുണ്ട്? പക്ഷേ ഇന്നലെ നമുക്ക് 2200 സിലിണ്ടർ കിട്ടിയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് 900 രൂപ 1-ാം തീയതി കൂടി ഭയങ്കര കൂട്ടല്ലേ, 3000 രൂപയല്ലേ ഇപ്പോൾ സിലിണ്ടറിൻ്റെ പുറത്ത്. ഇന്നലെ 2200 നമുക്ക് കിട്ടിയത്. ഏതായാലും ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയെങ്കിൽ ഓരോ ആഹാര സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കേണ്ടി വരും. സാധാരണഗതിയിൽ നമ്മൾ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ഓരോ ഹോട്ടലുകളിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളുടെ രീതികൾ തന്നെ മാറി. കൂടുതൽ ഗ്യാസ് ചിലവാകാത്ത തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ലാഭമൊന്നും നോക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ വില വർധനവുണ്ടാവുകയാണെങ്കിൽ ഹോട്ടലിലേക്ക് ആളുകൾ എത്തുന്നത് കുറയും, കച്ചവടത്തെ ബാധിക്കും. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇനി ഏതായാലും ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ഇടുത്തിയായിരിക്കുകയാണ് ഒറ്റയടിക്ക് ഈ 1000 രൂപ കൂട്ടിയ തീരുമാനം. ശരി.